ബാക്ക് ടു മൈലാഞ്ചി. നമ്മുടെ പ്രിയ ഗായകൻ നമുക്ക് വേണ്ടി വേദിയിലേക്ക് വരുന്നു. പ്രിയപ്പെട്ട നസീബ്. നസീബിന് പൊക്കം വെച്ചു മുമ്പത്തിനേക്കാൾ കുറച്ച് അല്ലേ? ഒരു 2 മാസം കൊണ്ട് കുറച്ച് ഹൈറ്റ് കൂടിയിരുന്നു തോന്നുന്നു. ശരിക്കും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു പൊക്കിയാണോ? പാട്ടിന്റെ ഇതില് പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൊക്കിയിട്ട് ഹൈറ്റ് വെച്ചാണോ? പറയും, മൈക്കിൽ പറയും. അല്ല, പൊക്കം വെക്കുന്നതാണല്ലേ. അപ്പൊ ഏതായാലും എനിക്ക് തോന്നണ ഈ എപ്പിസോഡ് ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട എപ്പിസോഡുകള് എന്റെ ഫൈനലിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വരും തോന്നുന്നു. അങ്ങനെ നിൽക്കട്ടെ, ഇല്ല ശരിക്കും പൊക്കം വെക്കട്ടെ. നസീബിന്റെ ഇന്നത്തെ ഗാനം ഏതാണ് പാടാൻ പോകുന്ന ഗാനം? പുറപ്പെട്ട ബുജായില് ദാസേട്ടൻ പാടി പാട്ട്. അത് ബാപ്പുക്കാടെ കാസറ്റ് തന്നെയല്ലേ? ബാപ്പുക്ക് അതെ പഠിച്ചു. അപ്പൊ സൂക്ഷിച്ച് പറഞ്ഞോട്ടെ, കാരണം എല്ലാ തെറ്റുകളിലും കുറ്റങ്ങളെല്ലാം അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വർക്കായതിന്റെ പേരിൽ എല്ലാം A to Z അറിയാൻ പറ്റും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, മോൻ ധൈര്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയളുന്തലി ബാസുകമേണ്ട് പുതുമാ കസബിട്ടുക ബൈത്ത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽവ ചട്ടകളും അരൈനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടനായി പുറപ്പെട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയളുന്തലി ബാസുകമേണ്ട് പുതുമാ കസബിട്ടുക ബൈത്ത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽവ ചട്ടകളും അരൈനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടനായി. പണിത്തൊരു കാജത് ചൂടി മനതിൽ ശിബിരത്തിനെ ഏറുവതത്തിനെയും സ്ഥിതമായി പുനയവിടാക വജ്രമായി ഒരു വാഴ്ക ചിട്ടകമേ നടുമേട പട്ടയുമേ അതിനക മഹബേലുകളൊക്കെ ഇടത്തിനെടുത്ത് മതിത്തിടവേ പുറപ്പെട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയളുന്തിരി ബാസുകമേന്തി പുതുമാ കസബിട്ടുക ബൈത്ത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽവ ചട്ടകളും അരൈനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടനായി. കുറയാതെടുത്ത് സമൈന്തിറങ്ങിക്കിടവേഷണമിൽ സർവരു കൂടി എത്തിടവേ താഴ്വായി പൊക്കിടവേ തലവീരരൊക്കെയുമേ ഗുണമിന കുറുവായി കാഴ്വത്തുടല്ല പിടിത്തിരവോതിടുവോ പുറപ്പെട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയളുന്തലി ബാസുകമേന്തി പുതുമാ കസബിട്ടുക ബൈത്ത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽവ ചട്ടകളും അരൈനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടനായി. ഇടയിൽ തീരിക്കരുളീതുമി എന്തതിനം തന്നെ നവതിരുപാകം നിൽക്കുവരിൽ ഒരു കൂട്ടഹപ്പുടയോ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ പീഡിത്തവനാകിയ താകിട നീ പരനേ പുറപ്പെട്ട ബുജാഹിലുടൻ ഇത് പൊങ്കിയളുന്തിരി ബാസികമൈന്തി
പുതുമാ കഥ വിട്ടുക കഴിഞ്ഞ ഹരീറുമുതുന്നിടവേ മികവായ പട്ടുകളാൽ ഗുണമേൽവ തത്തകളും അരനാട കുട്ടികളും പലപൺ പുതുവായ ദുസ്തൊരു ഹാത്മ വിരൽക്കു പതിത്തിടലാ പുറപ്പേ തകുജാഹിരുടൻ കിബർ പൊങ്കിയലും വിൽവാസു ചമൈந்து പുതുമാ കഥ വിട്ടുക കഴിഞ്ഞ ഹരീറുമുതുന്നിടവേ മികവായ പട്ടുകളാൽ ഗുണമേൽവ തത്തകളും അരനാട കുട്ടികളും പലപൺ പുതുവായ ദുസ്തൊരു ഹാത്മ വിരൽക്കു പതിത്തിടലാ. കലക്കി മോനെ. താങ്ക് യു അക്ക. ബാബുക്ക എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പയ്യന്റെ പാട്ട്? നസീബ് താങ്ക് യു വണ്ടർഫുൾ. താങ്ക് യു അക്ക. അബുജാഹിലിന്റെ ആ പടപ്പുറപ്പാട് ഞാനിവിടെ നിന്ന് ഇങ്ങനെ കാണുകയായിരുന്നു. ആ പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി, നിലമ്പൂരിൽ നിന്നല്ലേ വരുന്നത്, നിലമ്പൂർ. അതുകൊണ്ട് ആ പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി പാടി. അതെന്താണ് ഈ നിലമ്പൂരിൽ നിന്ന് വന്നുകൊണ്ട് പാട്ട് മനസ്സിലാക്കി പാടിയത്? അല്ല, മലപ്പുറത്ത് ഈ പാട്ടുകളൊക്കെ, ഈ മലപ്പുറം പിന്നെ ഈ പല സ്ഥലങ്ങളിലും ബദർ സീറ പാരായണം ഉണ്ടാവും. നമ്മളുടെ മതപ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗമാണത്. മോൻ ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടോ? ശരിയാണോ ഈ പറഞ്ഞതൊക്കെ? അതിന്റെ ആശയം അറിയാം. അബൂജഹല് ഈ പറഞ്ഞത് സംഭവം കേട്ടിട്ടുണ്ടോ? ഈ സീറ എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താ അത് പറഞ്ഞത്? മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. ബദർ പാടിയിട്ട് അർത്ഥം പറയുന്ന ഒരു കഥാപ്രസംഗം ആ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ആ, അത് ബദർ മാത്രമല്ല, എല്ലാ ചരിത്രങ്ങളും അങ്ങനെ നമ്മളുടെ പള്ളി അങ്കണങ്ങളിലൊക്കെ അന്ന് പിന്നെ പറഞ്ഞു പോരാറുണ്ട്. ഈ റംസാൻ കാലങ്ങളിലൊക്കെയാണ് അത് കൂടുതൽ ഉണ്ടാവുക. ആ ഒരു സംഭവം ഉൾക്കൊണ്ടാണ് മോൻ പാടിയത്. താങ്ക് യു സർ. വളരെ നന്നായിരിക്കും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഷെരീഫ് ജി, ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും എഴുതിയിട്ടില്ല. മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഈ ചെറിയ പയ്യനൊരു മാതൃകയാണ്. ഇത്രയും ഫ്രീ ആയിട്ടാ പാടുന്നത്. മാത്രമല്ല പാടുന്ന പെർഫെക്ഷൻ, ഈ സംഗതികളൊക്കെ പാടുക, എല്ലാ സംഗതികളും വന്നു. അതുകൂടാതെ ആ പാട്ടിന്റെ കറക്റ്റ് ഫീൽ ഉണ്ടായി. പിന്നെ മത്സരത്തിൽ നമ്മളെപ്പോഴും ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ പാടുന്നതാണ്. എനിക്കൊന്നും പറയാനില്ല മോനെ. ആ ഒരു തുടക്കത്തിൽ ഒരു ചെറിയൊരു നോട്ട് സംശയം, അത് ഉറപ്പാണെന്ന് എനിക്കറിയില്ല. പുറപ്പെട്ട ബുജാഹിലുകൾക്ക് പൊങ്കിയളുണ്ട്, അതൊന്ന് പാടിയ മോനെ. അവിടെ മാത്രം കറക്റ്റ് ആണോന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ. പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയളുണ്ട് ലിബാസ് ചമൈந்து. ആ പൊങ്കിയളുണ്ട് അത് വലിയ പ്രശ്നമൊന്നുമല്ല. എനിക്ക് അങ്ങനെ തോന്നി. അത് മാത്രമേ ഉള്ളൂ. അത് പറയാൻ, സത്യം പറഞ്ഞാൽ അത് പറയേണ്ട ആവശ്യമില്ല. അത്രയും നന്നായിട്ടാണ് മോൻ പാടിയത്. താങ്ക് യു. നന്നായിട്ടുണ്ട് മോനെ. ഇതൊരു, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു അനുഭവമാണ്. അല്ല, ഈ കുട്ടി ഇനിയുള്ള മാപ്പിളപ്പാട്ട് കൊണ്ടു നടക്കുന്ന ഈ കുട്ടിയായിരിക്കും, അതിന് സംശയമില്ല. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. എന്തോ നസീബ് ക്ലീൻ സിംഗിങ് ആണ് അയാൾക്ക്, താങ്ക് യു ചേച്ചി. ഒന്നും പറയാനില്ല. പിന്നെ അതുകൂടാതെ നല്ല കോൺഫിഡന്റ് ആണ്. എപ്പോ സ്റ്റേജിൽ വന്നാലും ആള് നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കാറ്. പാട്ടിനെ പറ്റി മനസ്സിലാക്കിയിട്ടല്ലേ മോൻ പാടുന്നത്? അതെ. എന്തായാലും നന്നായിട്ട് പാടി, ഒരു സാധനവും ഇല്ല കുറ്റം പറയാനായിട്ട്. താങ്ക് യു ചേച്ചി. എന്തായാലും അടുത്തുള്ള ഇനി റൗണ്ട്സിലും ഇങ്ങനെ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ബാപ്പുക്കയിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം അല്ലേ? നസീബിന് ഞാൻ കൊടുക്കുന്ന എക്സലന്റ്. താങ്ക് യു ബാബുക്ക. ഷെരീഫ് ജി, ഒരു മാറ്റവും എക്സലന്റ്. താങ്ക് യു സർ. ഇനി അഭിപ്രായ വ്യത്യാസം വല്ലതും? ഇല്ല, രണ്ടുപേരും എക്സലന്റ് ഇട്ടു. ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലോ അല്ലേ? നസീബിന് സങ്കടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. സങ്കടമൊന്നുമില്ല. സങ്കടമല്ല, സങ്കടത്തിനെ നോക്കിയിട്ടല്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതിലൊരു എന്താ പറയാ, ഒരു കുറ്റം പറയാനില്ല. എക്സലന്റ്. എക്സലന്റ്. മാഡം. താങ്ക് യു. ഇതൊരു തുടക്കം മാത്രമായിട്ട് വിചാരിക്കുക. ഇത് ഇനി ഉള്ള ജോലി കൂടുതലാണ്. കാരണം ഇതിന്റെക്കാൾ മികച്ചു നിന്നാലേ ഇനി ഒരു എക്സലന്റ് വരുള്ളൂ. അതുകൊണ്ട് ഗംഭീരമായിട്ട് ഇനിയും പാടാൻ ശ്രമിക്കുക. പുറപ്പെട്ട അബുദാബിയിൽ നിന്നും പൊന്തിയ വല്ലുള്ള മാരണവൻ, മൂന്നടിയോളം പൊക്കമുള്ളവന, എന്തൊരു സിംബളന, ദൃഢമുള്ള മാംസപേശികളാ, പഴം പോലെ ഞെങ്ങുമത്, ഒരു ജാതി ബ്ലാക്ക് നിറം, 11 മോഡലിൽ മുറിമീശ കറുപ്പിച്ചെന്തൊരു സിംബളന. പുറപ്പെട്ട അബുദാബിയിൽ നിന്നും പൊന്തിയ വല്ലുള്ള മാരണവൻ, മൂന്നടിയോളം പൊക്കമുള്ളവന, എന്തൊരു സിംബളന, ദൃഢമുള്ള മാംസപേശികളാ, പഴം പോലെ ഞെങ്ങുമത്, ഒരു ജാതി ബ്ലാക്ക് നിറം,
11 മോഡൽ മുറി മീശ കറുപ്പിച്ചെന്തൊരു സിമ്പളനാ. ഗുഡ് നൈറ്റ്.